വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലേണേഴ്സ് ബഡ്ഡി. നാം ഇപ്പോൾ പഠിക്കുവാൻ പോകുന്നത് NCERT സിലബസിലെ 4ാം ക്ലാസ്സിലെ എൻവയൺമെൻറ്റ് സ്റ്റഡീസിലെ ഗോയിങ് ടു സ്കൂൾ എന്ന ലെസനാണ്. നമുക്ക് ലെസണിലേക്കൊന്ന് പോകാം. ലെറ്റസ് മീറ്റ് സം ചിൽഡ്രൻ ആൻഡ് സീ ഹൗ ദ റീച്ച് സ്കൂൾ. നമുക്ക് ചില കുട്ടികളെ ഒന്ന് കാണാം, അവരെങ്ങനെയാണ് സ്കൂളിൽ ചെന്നെത്തുന്നതെന്ന് നോക്കാം. ബാംബു ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ മുള കൊണ്ടുണ്ടാക്കിയ പാലം. നോക്കിക്കോ, ഒരു പടം കണ്ടോ? 5 പിള്ളേരുണ്ട്, 5 കുട്ടികൾ. അവരൊരു മുളമ്പാലത്തെ കൂടെ നടന്നു പോകുക, അനായാസം നടന്നു പോകുന്നു അല്ലേ. അവർ പറയുന്നത് എന്നാന്ന് കേൾക്കാം. ഇറ്റ് റെയിൻ സോ മച്ച് വെയർ വി ലീവ്. ഞങ്ങൾ ജീവിക്കുന്ന സ്ഥലത്തൊക്കെ നല്ല മഴയാണ്. സംടൈംസ് ആഫ്റ്റർ റെയിൻ, ചിലപ്പം മഴയ്ക്ക് ശേഷം ദർ ഇസ് നീ ഹൈ വാട്ടർ എവരിവെയർ. എല്ലായിടത്തും മുട്ടറ്റം വെള്ളം കാണും. ബട്ട് ദാറ്റ് ഡസ് നോട്ട് സ്റ്റോപ്പ് അസ് ഫ്രം ഗെറ്റിംഗ് ടു സ്കൂൾ. പക്ഷേ അതുകൊണ്ടൊന്നും ഞങ്ങൾ സ്കൂളിൽ പോകാതിരിക്കുകയില്ല. വി ഹോൾഡ് അവർ ബുക്സ് ഇൻ വൺ ഹാൻഡ്. ഞങ്ങൾ ഞങ്ങളുടെ ബുക്കൊക്കെ ഒരു കൈയിൽ പിടിക്കും. ആൻഡ് ബാംബു വിത്ത് ദ അതർ, മറ്റ് മറുകൈ കൊണ്ട് ആ മുള പിടിക്കും. മുള എന്ന് പറഞ്ഞാൽ പാലത്തെ കൂടെ കയറി പോകുമ്പോൾ ആ മുളയെ പിടിച്ചുകൊണ്ട് വേണം പോകാനായിട്ട്. വി ക്വിക്ക്ലി ക്രോസ് ദ ബാംബു ആൻഡ് ഡ്രോപ്പ് ബ്രിഡ്ജ് ടു റീച്ച് സ്കൂൾ. ഞങ്ങൾ വളരെ പെട്ടെന്ന് ഈ പാലം കടന്ന് സ്കൂളിൽ പോകും. ആസാമിലെ കാര്യമാണ് ഇപ്പോൾ ഇവർ പറഞ്ഞത്. ആസാമിൻ്റെ ഭൂപ്രദേശം കുന്നുംപുറങ്ങളും നദികളും സമതലങ്ങളും ഒക്കെ ഉൾക്കൊണ്ടതാണ്. ബാംബു എന്ന് പറഞ്ഞാൽ മുളയാണ്. മഴ കൂടുതലുള്ള പ്രദേശങ്ങളിൽ വളരുന്ന പുല്ലിൻ്റെ വർഗത്തിൽപ്പെട്ട ചെടിയാണ് മുള. ഈ മുള നാട്ടിയിട്ടാണ് അവർ ഈ പാലം ഉണ്ടാക്കുന്നത്. ഈ പാലത്തിൽ കൂടെ കയറിയാണ് കുട്ടികളൊക്കെ അനായാസേന സ്കൂളിൽ പോകുന്നത്. നമുക്ക് ട്രൈ ദീസ് ഒന്ന് നോക്കാം. ട്രൈ ദീസ്. കളക്ട് സം ബ്രിക്സ്. കുറച്ച് ഇഷ്ടിക എടുക്കുക. ലേ ദം ഓൺ ദ ഗ്രൗണ്ട് ഇൻ എ ലൈൻ ആസ് ഷോൺ ഇൻ ദ പിക്ചർ. പടത്തിൽ കാണുന്ന പോലെ അതിങ്ങനെ നേരെ വെക്കണം. ട്രൈ വോക്കിംഗ് ഓൺ ദം. വാസ് ഇറ്റ് ഈസി. ഇതേ കൂടെ നടക്കാമെന്ന് നോക്കിയേ. അത്ര എളുപ്പമാണോ? അത്ര എളുപ്പമൊന്നുമല്ല, ചിലപ്പോൾ താഴെ പോയില്ലേ. മേക്ക് എ സ്മോൾ ബ്രിഡ്ജ് ബൈ ടൈയിങ് 4 or 5 ബാംബു പോൾസ് ടുഗദർ. 4 or 5 മുള കൂട്ടി കെട്ടിയിട്ട് ബ്രിഡ്ജ് ഉണ്ടാക്കുക. ആസ്ക് യുവർ ടീച്ചർ ടു ഹെൽപ്പ് യു. ടീച്ചറിനോട് സഹായിക്കാൻ പറയണം. നൗ വോക്ക് ഓൺ യുവർ ബ്രിഡ്ജ്. എന്നിട്ട് ആ ബ്രിഡ്ജെ കൂടെ നിങ്ങളൊന്ന് നടന്നു നോക്കണം. ഹൗ ഡിഡ് യു ഫീൽ? നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു? ഡിഡ് യു ഫോൾ ഡൗൺ? ചിലപ്പോൾ അല്ലേ, ചിലപ്പോൾ താഴെ പോകും. ഇഫ് യു വോക്ക് ലൈക്ക് ദിസ് എ ഫ്യൂ ടൈംസ്, പല പ്രാവശ്യം അങ്ങനെ നടക്കുമ്പം യു വിൽ സ്റ്റാർട്ട് ഫൈൻഡിങ് ഇറ്റ് ഈസി. അങ്ങനെ പല പ്രാവശ്യം നടന്നു കഴിയുമ്പം അത് ഈസിയാകും. ഇറ്റ് വുഡ് ബി ഈസിയർ ടു വോക്ക് ഓൺ ദിസ് ബ്രിഡ്ജ് ബെയർ ഫുട്സ് ഓർ വിത്ത് ഷൂസ് ഓർ സ്ലിപ്പേഴ്സ്. ഈ പാലത്തെ കൂടെ ചെരുപ്പിട്ടോ അല്ലാതെയോ നടക്കുന്നത് എളുപ്പമാണോ എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇതാ നമ്മൾ അടുത്ത പേജിലേക്ക് വന്നു. ദ ട്രോളി എന്നാണ് ഇതിൻ്റെ പേര്. കണ്ടോ? ആ ഒരു സ്ട്രക്ചർ കണ്ടില്ലേ? പടത്തിൽ കണ്ടില്ലേ? അത് കണ്ടില്ലേ? എവറി ഡേ വി ഹാവ് ടു ക്രോസ് ദ റിവർ ടു ഗെറ്റ് ടു സ്കൂൾ. എല്ലാ ദിവസവും ഞങ്ങൾക്ക് ഈ നദി കടന്നു പോകണം സ്കൂളിലെത്താനേ. റിവർ ഈസ് വൈഡ് ആൻഡ് ഡീപ്പ്. നദിക്കോ നല്ല പരപ്പും ആഴവുമുണ്ട്. നല്ല വീതിയുണ്ട് നദിക്ക്, അതുപോലെ തന്നെ ആഴവും. ദർ ഈസ് എ സ്ട്രോങ് അയൺ റോപ്പ് അക്രോസ് ദ റിവർ. നദിക്ക് കുറുകെ ഒരു ഇരുമ്പ് കയറ് കെട്ടിയിട്ടുണ്ട്. ആ പടത്തിൽ കാണാം, വൃത്തിയായിട്ട് കാണാൻ. കണ്ടില്ലേ? നോക്കിക്കേ. ദർ ഈസ് എ സ്ട്രോങ് അയൺ റോപ്പ് അക്രോസ് ദ റിവർ. നദിക്ക് കുറുകെ വലിയൊരു ഇരുമ്പ് കയറ് കെട്ടിയിട്ടുണ്ട്. ഓൺ ബോത്ത് സൈഡ്സ് ഇറ്റ് ഈസ് ടൈറ്റ്ലി. 2 അറ്റത്തും, നദിയുടെ 2 സ്ഥലത്തും, അക്കരയും ഇക്കരയും, ഓൺ ബോത്ത് സൈഡ്സ് ഇറ്റ് ഈസ് ടൈറ്റ്ലി, നല്ലപോലെ മുറുക്ക് കെട്ടിയിരിക്കുകയാണ്. ദ സ്ട്രോങ് ട്രീസ് ഓർ റോക്സ്. ഒന്നുകിൽ പാറയായിരിക്കും, അല്ലെങ്കിൽ വലിയ ശക്തിയുള്ള വലിയ മരങ്ങളിൽ കെട്ടി ഉറപ്പിച്ചിരിക്കുക. ദർ ഇസ് എ ട്രോളി, ആൻ ഓപ്പൺ ബോക്സ് മെയ്ഡ് ഓഫ് വുഡ്. ഇതെല്ലാം ട്രോളി കിടപ്പുണ്ട്, തൂങ്ങി കിടക്കുന്ന പെട്ടി കണ്ടില്ലേ? തടി കൊണ്ടുള്ള പെട്ടി. 4 or 5 ഓഫ് അസ്, ഞങ്ങളിൽ 4 or 5 പേര്, സിറ്റ് ഇൻ ദ ട്രോളി. ട്രോളിക്കകത്ത് കയറിയിരിക്കും. എ പുള്ളി ഹെൽപ്സ് ദ ട്രോളി ടു മൂവ് അക്രോസ് ദ റോപ്പ്. ട്രോളി ഇരുമ്പ് കമ്പിയിൽ കൂടി മുന്നോട്ട് പോകുന്നതിന് പുള്ളി സഹായിക്കും. മനസ്സിലായില്ലേ? പുള്ളി എന്ന് പറഞ്ഞാൽ എന്താണ്? കപ്പി. ഇരുമ്പ് കയറിൽ കൂടി ട്രോളി മുന്നോട്ട് പോകുന്നതിന് കപ്പി സഹായിക്കും. വി റീച്ച് അതർ സൈഡ് ഓഫ് ദ റിവർ ഇൻ എ ഷോർട്ട് ടൈം. ഞങ്ങൾ കുറഞ്ഞ സമയത്തിനുള്ളിൽ നദിയുടെ മറുകരയിലെത്തും. എന്നിട്ടോ സ്കൂളിൽ പോകും. ലെറ്റ് us ഡു. ഇനി അടുത്തത് നമുക്ക് നോക്കാം. ഒബ്സർവ് ദ പിക്ചേഴ്സ് 1 and 2. ഇതിൽ കൊടുത്തിരിക്കുന്ന 2 പടങ്ങളുണ്ട്. ആദ്യത്തെ 2 പടങ്ങൾ നോക്കുക. 1 and 2 നോക്കുക. ചിൽഡ്രൻ ആർ പുള്ളിങ് ദ ബക്കറ്റ് ഫ്രം ദ വെൽ. കിണറ്റിൽ നിന്ന് അവർ വെള്ളം കൂട്ടിയെടുക്കുകയാണ് ബക്കറ്റിൽ. ക്യാൻ യു ടെൽ ദ ഡിഫറൻസ് ഇൻ ബോത്ത് പിക്ചേഴ്സ്? 2 പടത്തിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് പറയാമോ?
വിച്ച് വുഡ് ബി ഈസിയർ? ഏതായിരിക്കും എളുപ്പമുള്ളത്? യൂസിങ് പുള്ളി ഓർ നോട്ട് യൂസിങ് ഇറ്റ് ടു ലിഫ്റ്റ് തിങ്സ്. പുള്ളി ഉപയോഗിച്ചിട്ടാണോ പുള്ളി ഉപയോഗിക്കാതെയാണോ? പുള്ളി ഉപയോഗിച്ചിട്ട് ഭാരം ഉയർത്തുന്നതാണ് എളുപ്പം കേട്ടോ. ദെൻ ലുക്ക് അറൗണ്ട് യു. നിങ്ങളുടെ ചുറ്റും നോക്കിയേ. വെർ ഓൾ ഡു യു സീ ദ യൂസ് ഓഫ് പുള്ളി? വെർ ഓൾ ഡു യു സീ ദ യൂസ് ഓഫ് പുള്ളീസ്? എവിടെയൊക്കെ നിങ്ങൾക്ക് കപ്പി ഉപയോഗിക്കുന്ന കാണാം, അതൊന്ന് ലിസ്റ്റ് ചെയ്യണേ കേട്ടോ. വിത്ത് ദ ഹെൽപ്പ് ഓഫ് പുള്ളി, പുള്ളിയുടെ സഹായത്തോടെ ട്രൈ ആൻഡ് ലിഫ്റ്റ് വേരിയസ് തിങ്സ്. പല സാധനങ്ങളിങ്ങനെ ഉയർത്താൻ നോക്കുക. ആ ഷോൺ ഇൻ ദ പിക്ചർ, മൂന്നാമത്തെ പടത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ. അതുപോലെ നിങ്ങൾ സാധനങ്ങളൊന്ന് ഉയർത്താൻ നോക്കിക്കേ. ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.